11th സ്റ്റാൻഡേർഡിലെ ബൂഢിമ എന്ന ലെസണിലെ എക്സസൈസസ് നോക്കാം. സഹി വികൽപ്പ് ചുനിയെ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, बूढ़ी माँ ने दाने कहाँ सुखाने के लिए रख दिए. ബൂഢിമ അതായത് വയസ്സായ അമ്മ ആ ഗ്രെയിൻസ് എവിടെയാണ് ഉണക്കാനായിട്ട് ഇട്ടത്? ഛത്ത് പർ, ബരാമദേ മേ, ആംഗൻ മേ, ഖേത്തോ മേ. കറക്റ്റ് ആൻസർ ആംഗൻ മേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബच्चे കിസ്കി മദത് കർണ ചാഹത്തെ ഹൈ. കുട്ടികൾ ആരെയാണ് ഹെൽപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്? मम्मी की, बूढ़ी माँ की, पापा की, बूढ़े बाबा का. करेक्ट आंसर बूढ़ी माँ की. थर्ड क्वेश्चन, ताली बजाकर बच्चे किसे भगाना चाहते हैं. ക്ലാപ്പ് ചെയ്ത് കുട്ടികൾ ആരെയാണ് ഓടിക്കാൻ ആഗ്രഹിക്കുന്നത്? ബില്ലിയോങ്കോ, കുത്തോങ്കോ, ചിടിയോങ്കോ, ചോരോങ്കോ. കറക്റ്റ് ആൻസർ ചിടിയോങ്കോ. അടുത്തത്, കവിത की पंक्तियाँ पूरी कीजिए, कंप्लीट द ലൈൻസ്. അപ്പോൾ ലെസണിലുള്ള അതേ ലൈൻസ് തന്നെയാണ്, പക്ഷേ ഇടയ്ക്കുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ബൂഢി മാനെ ധോക്കർ ദാനെ, ആംഗൻ മേ രഖ് ദിയേ സുഖാനെ, ധൂപ്പ് പടി തോ ഹുയേ സുഹാനെ, ആയി ചിടിയ ഉൻകോ ഖാനെ. ഇത് പോയത്തിലെ ഫസ്റ്റ് 4 ലൈൻസ് ആണ്. ഇനി അടുത്തത് സെക്കൻഡ് 4 ലൈൻസ് ആണ് വരുന്നത്. ചിടിയോങ്കി യഹ് ഫൗജ് തോ सबदाने चटकर जाएगी, सोचो फिर बूढ़ी माँ क्या खाएगी, और तो भूखी ही रह जाएगी എന്ന ലൈൻസാണ് അവിടെ വരുന്നത്. നെക്സ്റ്റ് 4 ആണ് പറയുന്നത്. ഇൻ പ്രശ്നോं के उत्तर दीजिए, आंसर दीस क्वेश्चंस. फर्स्ट क्वेश्चन, धूप में रखने पर दाने कैसे हो गए. വെയിലിൽ വെച്ചപ്പോൾ ഗ്രെയിൻസ് ഒക്കെ എങ്ങനെയായി മാറി? ധൂപ്പ് മേ രഖ്നെ പർ ദാനെ സുഹാനെ ഹോ ഗയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിടിയോं को नहीं उड़ाया गया तो क्या होगा. ബേർഡ്സിനെ ഓടിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ചിടിയോं को नहीं उड़ाया गया तो वे सब दाने चटकर जाएगी. नेक्स्ट क्वेश्चन, बूढ़ी माँ ने क्या धोकर आंगन में रखे हैं. बूढ़ी माँ എന്താണ് കഴുകി മുറ്റത്ത് ഇട്ടിരിക്കുന്നത്? ബൂഢി മാനെ ദാനെ ധോക്കർ ആംഗൻ മേ രഖേ ഹേ. ബൂഢിമ വയസ്സായ അമ്മുമ്മ ഗ്രെയിൻസ് ആണ് ഉണക്കാനായിട്ട് കഴുകി മുറ്റത്ത് ഇട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബच्चे ബൂഢി മാ കി മദത് കിസ് പ്രകാർ കരേംഗെ. കുട്ടികൾ ആ അമ്മുമ്മയെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? ബच्चे താലി ബജാക്കർ दाने चटने के लिए आए हुए चिड़ियों को भगा देंगे. കുട്ടികൾ ക്ലാപ്പ് ചെയ്ത് ആ ഗ്രെയിൻസ് കഴിക്കാൻ വന്ന പക്ഷികളെ ഓടിക്കും. ക്വസ്റ്റ്യൻ, ബच्चे बूढ़ी माँ की मदद क्यों करना चाहते हैं. കുട്ടികൾ ആ അമ്മുമ്മയെ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? चिड़िया दाने चटकर जाएगी तो बूढ़ी माँ भूखी रह जाएगी, इसलिए बच्चे बूढ़ी माँ की मदद करना चाहते हैं. പക്ഷികൾ ആ ഗ്രെയിൻസ് എല്ലാം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ അമ്മുമ്മ വിശന്നിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുട്ടികൾ അമ്മുമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. നെക്സ്റ്റ് ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ആ ബൂഢിമ ആ അമ്മുമ്മ അവിടെ നിന്ന് നോക്കുന്നു. കുട്ടികൾ പക്ഷികളെ ഓടിക്കുന്നു. അവിടെ ഗ്രെയിൻസ് ഉണങ്ങാനും ഇട്ടിട്ടുണ്ട്. बूढ़ी माँ दाने सुखा रही है, रंग बिरंगी चिड़ियाँ फुदक रही हैं, 2 बच्चे ताली बजाकर चिड़ियाँ उड़ा रहे हैं. इन वाक्यों में आए रंगीन शब्द बूढ़ी, रंग बिरंगी और 2 വിശേഷൺ है. ഈ സെൻറ്റൻസുകളിലെ രംഗീൻ ശബ്ദം എന്ന് പറഞ്ഞാൽ കളർ ചെയ്തിട്ടുള്ള, അതായത് വ്യത്യസ്തമായ നിറത്തിലുള്ള ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന ബൂഢി, രംഗ് ബിരങ്കി, അതുപോലെ ദോ എന്നീ വേർഡ്സ് എന്താണ്? വിശേഷൻ. വിശേഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്. മാ, ചിടിയ, ബच्चे ഇവയുടെയൊക്കെ വിശേഷതകൾ പറയുന്ന വേർഡ്സാണ് ഇവിടെ ബൂഢി, രംഗ് ബിരങ്കി, ദോ എന്ന് കൊടുത്തിട്ടുള്ള.
മാ എങ്ങനെയുള്ള മായാണ്? അമ്മ എങ്ങനെയുള്ളതാണ്? ബൂഢി ആണ്. അവരെ വിശേഷിപ്പിച്ചേക്കെയാണ്. അടുത്തത് ചിടിയ, ബേർഡ്സ് എങ്ങനെയുള്ളതാണ്? രംഗ് ബിരങ്കി. അടുത്ത കുട്ടികൾ എത്ര പേരാണ്? 2 പേര്. അപ്പോൾ അവയെയാണ് അഡ്ജക്റ്റീവ് अथवा विशेषण എന്ന് പറയുന്നത്. ये अपने साथ आए संज्ञा शब्दों माँ, चिड़िया और बच्चे की विशेषता बता रहे हैं. ഈ രംഗ് ബിരങ്കയും ദോയും ബൂഢിയുമൊക്കെ തൻ്റെ കൂടെ വന്നിട്ടുള്ള സംഖ്യ അഥവാ നൗണായ മായുടെയും ചിടിയയുടെയും ബച്ചയുടെയും വിശേഷതകൾ പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ്, संज्ञा या सर्वनाम की विशेषता बताने वाले शब्द विशेषण कहलाते हैं. സംഖ്യയുടെയും സർവനാമിൻ്റെയും സവിശേഷതകൾ പറയുന്ന വാക്കുകളെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. സംഖ്യ നൗൺ, സർവനാം പ്രോനൗൺ. നൗണിൻ്റെയും പ്രോനൗണിൻ്റെയും ഒക്കെ വിശേഷതകൾ പ്രകടിപ്പിക്കുന്ന വേർഡ്സിനെയാണ് വിശേഷൺ എന്ന് പറയുന്നത്. इन वाक्यों में से विशेषण शब्द चुनकर लिखिए. आइडेंटिफाई एडजेक्टिव्स एंड राइट एट गिवन स्पेस. फर्स्ट क्वेश्चन, सड़क के किनारे ऊंची ऊंची इमारतें हैं. റോഡ് സൈഡിൽ ഉയരമുള്ള ഇമാരത്തെ എന്ന് വെച്ചാൽ ബിൽഡിങ്സ് ഉണ്ട്. ബിൽഡിങ്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തായിട്ടാണ്? ഊഞ്ചി ഊഞ്ചി, ഉയരമുള്ള. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെ ആൻസർ ഊഞ്ചി ഊഞ്ചി എന്നതാണ്. അടുത്തത്, 2-3 വ്യക്തി കാം കർ രഹേ ഹേ. 2-3 വ്യക്തികൾ ജോലി ചെയ്യുന്നു. ആ വ്യക്തികളെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് 2-3, 2-3. അതാണ് അതിലെ വിശേഷൻ. തേർഡ് വൺ, മുझे 2 ലിറ്റർ ദൂത് ചാഹിയേ. എനിക്ക് 2 ലിറ്റർ ദൂത് മിൽക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലെ വിശേഷൻ 2 ലിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്യാരെ ബച്ചോ യഹാ ആവോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ വരൂ. അപ്പോൾ അതിലെ വിശേഷൻ കുട്ടികളെ വിശേഷിപ്പിച്ചേക്കെയാണ്. പ്യാരെ, പ്രിയപ്പെട്ട. അതാണ് അവിടുത്തെ വിശേഷൻ. നെക്സ്റ്റ്, ഹിന്ദി യാ അംഗ്രേസി അർത്ഥ ലിഖ് കർ താലിക പൂരി കീജിയെ. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഹിന്ദിയിൽ കൊടുത്തിട്ടുള്ള വേർഡിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ ഹിന്ദി മീനിങ്ങും എഴുതാനാണ് ഇവിടെ പറയുന്നത്. മായുടെ മീനിങ് മദർ. അടുത്ത ഹംഗ്രി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് ഭൂഖ. ലെസണിൽ ഭൂഖി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഭൂഖി എന്ന് വരാൻ കാരണം ബൂഢി മാ എന്ന് ഫെമിനിൻ ജെൻഡറിന് മുന്നേ വന്നതുകൊണ്ടാണ് ഭൂഖ എന്നത് ഭൂഖിയായി മാറിയത്. കാരണം മീനിങ്സിൽ ഹംഗ്രി ഭൂഖി എന്ന് കൊടുത്തേക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് കോട്ടിയാട്. കോട്ടിയാടിനെ ഹിന്ദിയിൽ ആങ്കൻ എന്ന് പറയും. ദാനെ, ദാനയുടെ ഇംഗ്ലീഷ് മീനിങ് ഗ്രെയിൻസ്. ചിടിയ, ബേർഡ്സ്. ക്ലാപ്പ്, താലി. ചിൽഡ്രൻ, ബച്ചെ. ധൂപ്പ്, സൺലൈറ്റ്. നെക്സ്റ്റ്, വചൻ ബദൽക്കർ ലിഖിയേ. ചേഞ്ച് ദ നമ്പർ. ഏകവചനത്തിലുള്ളത് ബഹുവചനമാക്കണം, ബഹുവചനത്തിലുള്ളത് ഏകവചനത്തിലാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് സിംഗുലർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ പ്ലൂറലാക്കണം, പ്ലൂറലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ സിംഗുലർ ആക്കുക. ചിടിയ. ചിടിയ എന്നത് ബഹുവചനമാണ്. അതിൻ്റെ ഏകവചനം ചിടിയ. ചിടിയ, ചിടിയ. താലിയുടെ പ്ലൂറൽ താലിയ. ഗായേ, അതൊരു പ്ലൂറലാണ്, കൗസ്. അതിൻ്റെ സിംഗുലർ ഗായ്. ബുഢിയ, സിംഗുലറാണ്, അതിൻ്റെ പ്ലൂറൽ ബുഢിയാം. ബച്ചേ, സിംഗുലർ വേർഡ് ബച്ച. ലഡ്കിയുടെ പ്ലൂറൽ വേർഡ് ലഡ്കിയ.